ഹലോ എവരി വൺ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് Husqvarna Svartpilen 250 ആണ്. അപ്പോൾ ഞാൻ വണ്ടി കുറച്ച് ഓടിച്ചു. അപ്പം കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു ഫുൾ റിവ്യൂ തരാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നിയ ഗുണങ്ങളും പോരായ്മകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ വണ്ടിയുടെ പറയേണ്ട സാധനം ലുക്ക് തന്നെയാണ്. നിങ്ങൾ തന്നെ അത് നോക്കിക്കേ, അതിൻ്റെ ലുക്ക്. നമ്മൾ ഇത്രയും നാളും കാണാത്തൊരു വ്യത്യസ്തമായൊരു ഡിസൈനല്ലേ അത്. റൗണ്ട് ഹെഡ്ലൈറ്റ്. ആ ഹെഡ്ലൈറ്റ് ആണെങ്കിലും നമുക്കൊരു സെക്ഷനായിട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്നൊന്നുമില്ല. വളരെ സ്ലിമ്മായിട്ടൊരു ഹെഡ്ലൈറ്റാണ് വന്നിരിക്കുന്നത്. അതിൽ ഫുൾ റൗണ്ടിലൊരു DRL ഞങ്ങൾ ഉണക്കി കാണിച്ചു തരാം. കണ്ടില്ലേ, വളരെ നീറ്റായിട്ട് ഡിസൈൻ ചെയ്തൊരു DRL. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നത് മണ്ടയിൽ ഹൈ ബീമും ലോ ബീമും, നടുക്ക് Husqvarna എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ നിന്ന് നോക്കുവാണേലും വണ്ടി വളരെ സിമ്പിളായിട്ട് തോന്നും. സിംപ്ലിസിറ്റിയാണ് ഇവൻ്റെ മെയിൻ. അങ്ങനെ പറയുന്ന പോലെ വളരെ സിമ്പിളായിട്ടുള്ള സംഭവം തോന്നും. ഇതുണ്ടോ, ഈ സംഭവമൊക്കെ ഇന്നേ വരെ നമ്മൾ ഒരു വണ്ടിയിലും കാണാത്ത പോലത്തെ ഡിസൈനാണ്. ടാങ്കിൻ്റെ ഡിസൈനാണേലും ഈ ഒരു ഫുൾ പാനലെന്ന് പറയുന്നത് അത് ഒറ്റ പീസാണ്. പിന്നെ ഫ്രണ്ടിലത്തെ വ്യൂ തന്നെ ആ ഒരു മാസീവ് ഫോർക്കും അതിൻ്റെ നടുക്കൊരു കുട്ടി ഹെഡ്ലൈറ്റും, അത് റൗണ്ട് ഷേപ്പ്, ഒരു റെട്രോ ഫീല് തോന്നിയിട്ടുണ്ട്. കാര്യം റെട്രോ ഫീലാണെങ്കിലും വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത് എല്ലാം പുതിയ ടെക്നോളജീസാണ്. പിന്നെ നമുക്ക് ബാക്കിലോട്ട് വരുവാണെങ്കിൽ ഇത് കണ്ടോ, ബാക്കിൽ ആ ഒരു വെറൈറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിലെ ടെയിൽ ലൈറ്റൊക്കെ വളരെ അടിപൊളിയാണ് കാണാൻ. ആ ടെയിൽ ലൈറ്റിൻ്റെ പ്ലേസ്മെൻ്റ് ആണെങ്കിലും ഇൻഡിക്കേറ്ററിൻ്റെ ആണെങ്കിലും വളരെ നീറ്റായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പോരെ തന്നെ ആ ടയർ ഹഗ്ഗർ, അത് വേറൊരു അടിപൊളി സംഭവമാണ്. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അത് വളരെ അടിപൊളിയാണ്. ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ആ ഒരു ഫിനിഷ് ആണെങ്കിലും വളരെ പ്രീമിയം തോന്നിക്കുന്നുണ്ട്. അത് വണ്ടിയുടെ വളരെ വലിയൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ വണ്ടിയുടെ ഒരു ചെറിയ പോരായ്മയായിട്ട് തോന്നിയൊരു സംഭവമുണ്ട്. ഇത് കണ്ടോ, വണ്ടി വരുന്നത് ലിക്വിഡ് കൂൾഡാണ്. ഇതാണ് അതിൻ്റെ റേഡിയേറ്റർ വരുന്നത്. പക്ഷേ റേഡിയേറ്റർ ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആയി പോയോ എന്നൊരു ചെറിയ സംശയം കേട്ടോ. ചള്ളയൊക്കെ അടിച്ച് കയറുന്ന നേരെ റേഡിയേറ്ററിലോട്ടാണ്. അതിൽ ചെറിയൊരു റേഡിയേറ്റർ ഗാർഡ് വല്ലതും കൊടുക്കാമായിരുന്നു. അത് വളരെ സബ്ജക്റ്റീവാണ്. എനിക്ക് മാത്രം തോന്നിയതാണോ അത് എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എൻജിൻ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഒരു 250 യൂണിറ്റാണ് ഈ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്യൂക്ക് 250യുടെ അതേ എൻജിൻ തന്നെയാണ്. ഈ കേസിങ്ങിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. നമുക്കിവിടെ ഒരു ഓയിൽ ഇൻഡിക്കേറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ലിക്വിഡ് ഗോൾഡാണ് എൻജിൻ. പറയുവാണെങ്കിൽ ഈ ഡ്യൂക്ക് 250യുടെ അത്രയും റിഫൈൻഡ് അല്ലെങ്കിലും സാധനം റിഫൈൻഡാണ്. ഒരു ഈസി പവർ ഡെലിവറിയാണ്. ഇപ്പം ഡ്യൂക്ക് 250യെക്കാട്ടിലും പവർ ഫിഗേഴ്സ് ഉണ്ടെങ്കിലും നമുക്കതൊരു ഇനീഷ്യൽ പവർ തോന്നിക്കുന്നുണ്ട്. പക്ഷേ ബാക്കി എല്ലാ ഗിയറുകളിലും വളരെ ലീനിയർ ആയിട്ടുള്ളൊരു പവറാണ്. പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ബ്രേക്സ്, അത് ഡ്യൂക്ക് 250യുടെ അതേ ബ്രേക്സ് തന്നെയാണ്. അത്യാവശ്യം നല്ല ബൈറ്റുള്ള ഒരു ബ്രേക്ക് തന്നെയാണ്. നല്ലൊരു ബ്രേക്കിംഗ് കോൺഫിഡൻസ് ആണെങ്കിലും ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും നമുക്ക് തരുന്നുണ്ട്. വണ്ടിക്ക് വരുന്നത് ഡ്യുവൽ ചാനൽ ABS ആണ്. വണ്ടിക്ക് സൂപ്പർ മോട്ടോ മോഡ് അവൈലബിൾ ആണ്. അതായത് ബാക്കിലെ ABS മാത്രമായിട്ട് നമുക്ക് ഓഫ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. ഇപ്പോൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതൊരു വണ്ടി ഒരു സ്ക്രാംബ്ലറാണ്. അപ്പോൾ ഒരു സെമി ഓഫ് റോഡർ സ്റ്റൈലിലാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഓഫ് റോഡ് പോകുമ്പോഴത്തേക്കിനും സൂപ്പർ മോട്ടോ മോഡ് ഇടുവാണെങ്കിൽ ബാക്കിലെ ABS ഓഫ് ആക്കാം, വണ്ടി ഇങ്ങനെ സ്കിഡ് ചെയ്ത് കൊണ്ട് നടക്കാം. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ പറയുകയാണെങ്കിൽ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ്, കാണാൻ വണ്ടി വളരെ കുട്ടിയാണെങ്കിലും വണ്ടിക്ക് സാമാന്യം നല്ലൊരു സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. വണ്ടി സാമാന്യം പൊക്കത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ അവിടെ വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ സീറ്റ് വളരെ സ്ലിമ്മാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ സീറ്റ്. പക്ഷെ ഒരു മീഡിയം സോഫ്റ്റ് സീറ്റാണ്. പക്ഷേ സീറ്റ് ഭയങ്കര സ്ലിമ്മാണ്. അത് വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സിറ്റി യൂസിനൊക്കെ വളരെ അടിപൊളിയാണ്. വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. ഇത്രയും സീറ്റ് ഹൈറ്റുള്ള വണ്ടിയാണെങ്കിലും ഈ സീറ്റ് സ്ലിം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ കാല് നിലത്ത് ഊത്താൻ പറ്റുന്ന രീതിയിലുള്ള സംഭവമാണ്. പക്ഷേ സീറ്റ് സ്ലിം ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ലോങ് ഡിസ്റ്റൻസിലോട്ടൊന്നും അത്ര ഒരു കംഫർട്ട് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു റൈഡർ സീറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ വീതിയുണ്ട് പില്ലിയണ്. പക്ഷേ പില്ലിയണും സീറ്റും വളരെ സ്ലിമ്മാണ്. പിന്നെ സീറ്റിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നല്ല നീളമുണ്ട്. ഇതുണ്ട്, ടാങ്കിലോട്ട് കയറിയുള്ളൊരു സീറ്റാണ്. നമുക്ക് ആവശ്യത്തിന് നിരങ്ങി കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ സീറ്റിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു ചെറിയ പോരായ്മ തോന്നുന്നുണ്ടത്. പിന്നെ ഗ്രാബ് റെയിൽ ഇത്രയും വളരെ പ്രീമിയം ഫിറ്റായിട്ട് ചെയ്ത വണ്ടിക്ക് ഗ്രാബ് റെയിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. ഇത് വളരെ ബേസിക് ഗ്രാബ് റെയിലായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ സംഭവം കൊള്ളാം, അത്ര വൃത്തികേടൊന്നും തോന്നിക്കുന്നില്ല. പക്ഷേ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു ആ ഒരു ഭാഗത്ത്. പിന്നെ സസ്പെൻഷൻ്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നത് WPയുടെ അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ്.
ബാക്കിൽ മോണോഷോക്കാണ്, 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്കാണ് വരുന്നത്. അതും ഡ്യൂക്ക് 250യുടെ സെയിം സാധനം തന്നെയാണ്. ഇപ്പോൾ ഫ്രണ്ടിലെ സസ്പെൻഷൻ കുറച്ചുകൂടെ സോഫ്റ്റാണ്, ബാക്കിലെ കുറച്ച് ടൈറ്റാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു രീതിയിൽ കോർണറിങ് കോൺഫിഡൻസ് അടിപൊളിയായിട്ട് വണ്ടി തരുന്നുണ്ട്. കോർണറിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഓഫ് കോഴ്സ് ടയറും നല്ലൊരു റോള് ഉണ്ട് അതിൽ. നമുക്ക് വരുന്നത് രണ്ടും ഡ്യുവൽ പർപ്പസ് ടയേഴ്സാണ്. നമുക്ക് ഓഫ് റോഡിനോ ആണെങ്കിലും ഓൺ റോഡിനാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് MRFിൻ്റെ ടയേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല ഗ്രിപ്പിയാണ്. പക്ഷേ ഓണേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള റിവ്യൂ അനുസരിച്ചാണെങ്കിൽ ഇതിന് വെറ്റ് ഗ്രിപ്പ് ഇച്ചിരി കുറവാണെന്നാണ് അവർ പറയണത്. എനിക്കറിയില്ല, എനിക്കത്ര അങ്ങനെ ഗ്രിപ്പിങ്ങിൻ്റെ ഭാഗത്ത് എനിക്ക് അങ്ങനെ ഒരു പോരായ്മ തോന്നിയില്ല. പക്ഷേ ചിലർ പറഞ്ഞു മഴയത്തോടൊക്കെ പോകുമ്പോൾ ഇച്ചിരി ഗ്രിപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ ഞാൻ വണ്ടി കയറിയെന്ന് പറഞ്ഞുതരാം കേട്ടോ. വണ്ടി കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് വണ്ടി വളരെ സ്ലിമ്മാണ്. ലൈക്ക് നമുക്ക് അങ്ങനെ 250cc വണ്ടിയാണെങ്കിൽ പോലും നമുക്കങ്ങനെ ബൾക്കി ഫീലൊന്നും തോന്നില്ല. വളരെ വളരെ സിമ്പിളാണ്. പിന്നെ സ്വാർട്ട്പിലിന് മാത്രം വരുന്നൊരു പ്രത്യേകതയാണ് ഒരു ലഗേജ് കാരിയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ ബാഗ്, ടാങ്ക് ബാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ടൈ ചെയ്ത് കൊണ്ടുപോകാം. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് വരുന്നത് 9.5 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് വരുന്നത്. അതും നമുക്ക് ടൂറിങ്ങിന് അത്ര ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ ചെറുതായി പോയോ എന്നൊരു സംശയം. പിന്നെ വണ്ടി ടൂറിങ്ങിന് ആപ്റ്റല്ല എന്ന് പറയാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഓപ്പണാണ്. വണ്ടിക്ക് നമുക്കൊരു ഇപ്പോൾ ഒരു 100-110 ആ സ്പീഡിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വണ്ടിക്ക് വിൻ പ്രൊട്ടക്ഷൻ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഒരു 80 കിലോമീറ്റേഴ്സിൻ്റെ എബവ് പോയി കഴിയുമ്പം നമുക്ക് നല്ല രീതിയിൽ വിൻ ബ്ലാസ്റ്റ് അടിച്ചു തുടങ്ങും. അപ്പോൾ അത് ടൂറിങ്ങിന് അത്ര നല്ല കാര്യമല്ല. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് തോന്നുമെങ്കിലും ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വളരെ സ്പെഷ്യലാണ്. കാരണം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ 299 കോമ്പാക്റ്റബിൾ ആണ്. 299 കോമ്പാക്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി 299 ഒക്കെ കയറുമെന്നല്ല. പക്ഷേ നമുക്ക് ഈ സെഗ്മെൻറ്റ് വരുന്ന സാധാരണ എല്ലാ വണ്ടിയിലും 199 കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. പക്ഷേ ഈ വണ്ടിക്ക് മാത്രം 299 കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതായത് സ്പീഡോമീറ്ററിൽ 299 വരെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഹുസ്ക്വർണ അതിൻ്റെ ബിഗ് ബൈക്സ് ആയിട്ടുള്ള 701ഉം 401ഉം ഒക്കെ ഒത്തിരി താമസിക്കാതെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു സൂചന ആയിരിക്കാം ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ. പിന്നെ വരുന്നത് ഇവിടെ ഒരു ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നില്ല. പക്ഷേ ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ അകത്ത് ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു ചെറിയ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയില്ല, പക്ഷേ ചെറിയതായിട്ടൊരു ട്രാക്ഷൻ കൺട്രോൾ TC കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന സാധനങ്ങളെല്ലാം വളരെ ബേസിക്കാണ്. ഹീറ്റ് ലെവൽ സെൻസറുണ്ട്, ഫ്യൂവൽ ഗേജ് ഉണ്ട്, ടൈമുണ്ട്, പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, RPM ഉണ്ട്, ടാക്കോമീറ്റർ ഈ മണ്ടേ കൂടെ വളരെ നീറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്റർ ഉണ്ട്, പിന്നെ ട്രിപ്പ്, പിന്നെ ആവറേജ് ഫ്യൂവൽ റേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്തിട്ടുള്ളൂ. പിന്നെ വെളിയിൽ കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ABS ആണെങ്കിലും ന്യൂട്രൽ ഇൻഡിക്കേറ്റർ ആണെങ്കിലും ഹൈ ബീമിൻ്റെ ആണെങ്കിലും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ വരുന്നുള്ളൂ. ഇനി ബാക്കി സ്വിച്ചസ് വരുന്നത് വളരെ ബേസിക്കാണ്. ഞാൻ പ്രത്യേകം എടുത്തൊന്നും പറയുന്നില്ല, സാധാരണ എല്ലാ വണ്ടിക്കും ഉള്ള പോലെ ബേസിക് സ്വിച്ചസാണ് വരുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ച് സംസാരിക്കാം. വണ്ടിയുടെ ക്ലച്ച് ഫീല് അത്യാവശ്യം ലൈറ്റാണ് കേട്ടോ. അത്യാവശ്യം ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ലൈറ്റ് അല്ല, ഒരു മോഡറേറ്റ് ക്ലച്ച് ഫീലാണ് നമുക്ക് വരുന്നത്. നമുക്ക് വണ്ടിക്ക് 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ചാണ് വരുന്നത്. അതുകൊണ്ട് ക്ലച്ചും ഗിയറും വളരെ സ്മൂത്തായ ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ വണ്ടിക്ക് നമ്മുടെ ഇവിടെ ഓൺ റോഡ് വരുന്നത് 2,20,000 രൂപ എടുത്ത് ഓൺ റോഡ് വരുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു വാല്യൂ ഫോർ മണിയാണ്. ലൈക്ക് ഇപ്പം കുറച്ച് ഡ്യൂക്ക് 250യുടെ എഞ്ചിനും കാര്യങ്ങളും ഒക്കെയാണ്, അതിനേക്കാട്ടിലും കുറച്ചുകൂടെ പവർ ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പം ഡ്യൂക്ക് 250ക്ക് ഇതിനേക്കാട്ടിലും കുറച്ചുകൂടെ സ്ലൈറ്റ്ലി ഓൺ റോഡ് വരുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു വാല്യൂ ഫോർ മണി ബൈക്കാണ്. പക്ഷേ ഡ്യൂക്ക് 250യുടെ അത്ര റിഫൈൻഡ് അല്ല. ഒരു ചെറിയ പൊടിക്ക് വൈബ്രേഷൻസ് ഒക്കെ, അതായത് ഈ തൈസിൻ്റെ ഇവിടുന്നും ഫുഡ് പെഗിലും ഒക്കെ കുറച്ച് വൈബ്രേഷൻ തോന്നുന്നുണ്ട്. ഞാൻ റെഡ് ലൈൻ ഹിറ്റ് ചെയ്തിട്ടില്ല. റെഡ് ലൈൻ ഹിറ്റ് ചെയ്യുവാണേലും മിററിൻ ഹാൻഡിലും വലിയ പ്രശ്നമൊന്നുമില്ല, അവിടെ അങ്ങനെ വൈബ്രേഷൻ ഒന്നും വരുന്നില്ല. പക്ഷേ ഈ തൈസിൻ്റെ ഭാഗത്ത് ഇച്ചിരി നല്ല രീതിയിൽ തന്നെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്.
ഗ്രൗണ്ട് ക്ലിയറൻസ് അത് അത്രത്തോളം ഒരു നല്ല സൈഡിലല്ല. ഇപ്പം ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഡ്യൂക്ക് 250യെക്കാട്ടിലും ഇച്ചിരി കുറവാണ്. അങ്ങനെ വരുമ്പം ഓഫ് റോഡ് പെർഫോമൻസൊക്കെ അതിനെ ബാധിക്കുമായിരിക്കും. പിന്നെ ആരൊക്കെ ഈ ബൈക്കിലേക്ക് നോക്കണം എന്നുള്ള കാര്യം ഞാൻ പറയാം. ഇപ്പം നിങ്ങളൊരു സ്ലിം ആയിട്ടുള്ള ആളാണ്, പ്യുവർലി നിങ്ങളുടെ യൂസ് മെയിൻലി സിറ്റി റൈഡുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് ഈ വണ്ടി നല്ലൊരു ചോയ്സ് ആയിരിക്കും. നല്ലൊരു ചോയ്സ് എന്നല്ല, പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. ഈ സെഗ്മെൻറ്റിൽ ഇത്രയും ഒരു സിറ്റി എക്സ്പീരിയൻസ് തരുന്ന വണ്ടി വേറെ ഒരെണ്ണം ഇല്ല. ഇപ്പം ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് ഡ്യൂക്ക് 250, ഡോമിനർ 250 ആണ്. സെഗ്മെൻറ്റിൽ ജിക്സർ 250, FC25 ഉണ്ടെങ്കിലും അതിച്ചിരിയും കൂടെ ഇതിനുമായിട്ട് കമ്പാരിസൺ വരുന്നില്ല. ഇതിൻ്റെ മെയിൻ കമ്പാരിസൺ വരുന്നത് ഡ്യൂക്ക് 250, ഡോമിനർ 250 ആയിട്ടാണ്. അപ്പം ഡ്യൂക്കിൻ്റെ കാര്യം പറയുവാണെങ്കിലും എന്താ പറയുക, ഡ്യൂക്കും ഒരു സിറ്റി ബൈക്കാണ്, ഇച്ചിരി കൂടെ ടൂറിങ് ഫ്രണ്ട്ലിയുമാണ്. ഡോമിനർ നമുക്ക് സിറ്റി യൂസിന് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡോമിനർ 250 ഹെവിയാണ്. അപ്പം അത്ര ഹെവി ആയിട്ടുള്ളൊരു ബൈക്ക് നമുക്ക് സിറ്റി യൂസിന് ഒട്ടും ആപ്റ്റല്ല. വ്യത്യസ്തമായിട്ടൊരു ലുക്ക് തന്നെ ആയതുകൊണ്ട് നല്ല ഒരു അറ്റൻഷൻ സീക്കറാണ് ഈ വണ്ടി. അതുകൊണ്ട് തന്നെ സിറ്റി യൂസിനും നമുക്ക് അങ്ങനെ ചെറിയ റൈഡുകൾക്കൊക്കെ പോകാൻ അടിപൊളിയായിരിക്കും. ടൂറിങ് ഫ്രണ്ട്ലി ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ ഈ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ടൂറിങ്ങും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വണ്ടിയെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞു തീർത്തു തന്നെയാണ് വിചാരിക്കുന്നത്. ഇനിയും ഞാൻ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പം വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നോളം വരെ എല്ലാവർക്കും ബൈ.